വിസിബിൾ അല്ലേ? ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് തന്നെ നമ്മുടെ DAS അല്ലെ, ഡയറക്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ് നമ്മൾ ഹോസ്റ്റും സ്റ്റോറേജ് ആയിട്ട് ഒരു ഡയറക്റ്റ് ലിങ്ക് എങ്ങനെയാണെങ്കിലും ഉണ്ടാവും. നമുക്ക് ഡയറക്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ് രണ്ട് ടൈപ്പ് ആണുള്ളത്, ഇന്റേണൽ DAS ആൻഡ് എക്സ്റ്റേണൽ DAS അല്ലെ. അപ്പം ഇന്റേണൽ DASന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, അത് നമ്മുടെ എക്സ്റ്റേണൽ DAS ഔട്ട്കം ചെയ്യും അല്ലെ. ജനറലി അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ലിമിറ്റേഷൻസ് കാരണമാണ് പിന്നീട് നമ്മൾ സാനിലേക്ക് പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് SCSIനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഓക്കെ, സാൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഓർമ്മയുണ്ടോ? ഇതൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹലോ, സാൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താ, ഇംപ്ലിമെന്റേഷനിൽ വരുന്നത് ഹോസ്റ്റ്, സ്റ്റോറേജ്, ദെൻ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ 3 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിലെ കമ്പോണൻസ് നമ്മൾ പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ട്? നോഡ് പോർട്സ്, കേബിളിംഗ് അല്ലെ, നോഡ് പോർട്സ്, കേബിളിംഗ്, സ്റ്റോറേജ് അറേ, സാൻ മാനേജ്മെന്റ് ഡിവൈസസ്, ഇന്റർകണക്ട് ഡിവൈസസ്, ഈ 5 കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും കമ്പോണൻസ് ആയിട്ട് പറയുന്നുണ്ട്. എവല്യൂഷൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഫസ്റ്റ് സാൻ ഹബ്ബ് വെച്ചിട്ടായിരുന്നു, പിന്നീട് നമ്മളത് സ്വിച്ച് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു അല്ലെ. ഹബ്ബ് വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു കണക്ടിവിറ്റിക്ക് FCAL എന്ന് പറയും. സ്വിച്ച് വെച്ചിട്ടാണെങ്കിൽ FCSW അല്ലെ. ഓക്കെ, പിന്നെ സാനിന്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. FC കണക്ടിവിറ്റി ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, പോയിന്റ് ടു പോയിന്റ്, FCAL, ഫാബ്രിക് കണക്ട്. അപ്പൊ ഓരോ കണക്ടിവിറ്റിയിലും എങ്ങനെയാണ് ട്രാൻസ്മിഷൻ വരുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. FCAL എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടോക്കൺ റിംഗ് പോലെയാണ്. ആദ്യം ഒരു ആർബിട്രേറ്റഡ് ഫ്രെയിം നമ്മുടെ ഈ ലൂപ്പിലേക്ക് കൊടുക്കും. അതിനുശേഷം ഈ ലൂപ്പിന്റെ കൺട്രോൾ ഗെയിൻ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇനീഷ്യേറ്റർ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടാർഗറ്റ് ആയിട്ട് അല്ലെ. FCSWല് അങ്ങനെയൊന്നുമില്ല. ആർക്കാണോ, മീൻസ് ഇനീഷ്യേറ്റർക്ക് ആർക്കാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ടാർഗറ്റും ഇനീഷ്യേറ്ററും ആദ്യം ലോഗിൻ ചെയ്യുക, അവർക്ക് ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ടാവും, അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. ദെൻ ഫൈബർ ചാനൽ പോർട്സ് നമ്മൾ പറഞ്ഞു, FCALലും FCSWലും കാണുന്ന പോർട്സുകൾ. പിന്നെ FC ആർക്കിടെക്ചർ, അതിൽ പ്രോട്ടോകോൾ സ്റ്റാക്ക്, ഫൈബർ ചാനൽ പ്രോട്ടോകോൾ സ്റ്റാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. FC അഡ്രസ്, ചാനൽ അഡ്രസ്സിംഗ്, വേർഡ് ബൈറ്റ് നെയിംസ്, ദെൻ FC ഫ്രെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പക്ക പഠിച്ചിരിക്കുക, എഴുതാൻ വരയ്ക്കാൻ ഒക്കെ പഠിച്ചിരിക്കുക. ദെൻ സോണിങ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് സോണിങ്. ഓക്കെ, സെഗ്മെന്റേഷൻ ആണ് സാൻ്റെ അല്ലെ, ഗ്രൂപ്പിംഗ് ആണ്. 3 ടൈപ്സ് ആണുള്ളത്, പോർട്ട് സോണിങ്, WWN സോണിങ്, മിക്സഡ് സോണിങ്. ഓക്കെ, ദെൻ FC ടോപ്പോളജീസിൽ 2 എണ്ണം വരുന്നുണ്ട്, കോർ എഡ്ജ് ഫാബ്രിക് ടോപ്പോളജി, മെഷ് ടോപ്പോളജി. സാൻ ബേസ്ഡ് വിർച്വലൈസേഷനിൽ ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വിർച്വലൈസേഷനും vSAN അതും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ IP SAN നോക്കി, അതിൽ ISCSIയും നോക്കി. ഓക്കെ, ISCSI നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ ഓവർകം ചെയ്യുന്ന. ഓക്കെ, അപ്പം ഇതിന്റെ കമ്പോണൻസ്, ഇനീഷ്യേറ്റർ, ടാർഗറ്റ്, IP ബേസ്ഡ് നെറ്റ്വർക്ക്, പിന്നെ ടോപ്പോളജീസ്, നേറ്റീവ് ആൻഡ് ബ്രിഡ്ജഡ്, combining FC and native ISAC connectivity, then its protocol stack, PDU. ഇത്രയുമായിരുന്നു നമ്മൾ കണ്ടത്. ഇനി IP, FCIP ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ IP SAN ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ FCIP, ഫൈബർ ചാനൽ ഓവർ IP, അതും കൂടി കഴിഞ്ഞാൽ IP SAN കംപ്ലീറ്റ് ആയി. ഓക്കെ, ഓക്കെ, FCIP, ഫൈബർ ചാനൽ ഓവർ IP. ഓക്കെ, അപ്പൊ നമ്മൾ ഈ FC SAN എന്ന് പറയുന്നത് ശരിക്കും ലോക്കലി ഒരു ഓർഗനൈസേഷനിൽ ലോക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ്. ഓക്കെ,
അപ്പം ഈ പല സ്ഥലത്ത് ഡിസ്പേഴ്സ് ആയിട്ട് കിടക്കുന്ന ഈ സാൻഡിനൊക്കെ നമുക്ക് വേണമെങ്കിൽ can be merged into a single fabric. Okay, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ FCIP യൂസ് ചെയ്യുന്നത്. Okay, FCIP is a tunneling protocol that enables distributed FC SAN islands to be interconnected over the existing IP-based networks. അപ്പം ഈ FCIP പറയുന്ന സമയത്ത് കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കൂടുതലാണ്, കാരണം മാനേജബിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, it creates virtual FC links over existing IP network. It encapsulates FC frames onto IP packets, provides disaster recovery solution. ഓക്കെ, ഡിസാസ്റ്റർ റിക്കവറിനെ കുറിച്ചിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഡിസാസ്റ്റർ റിക്കവറിക്ക് നമ്മൾ കൂടുതലും FCIP തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അവിടെ ഉണ്ടോ? ഹലോ, ജസ്റ്റ് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ FCIP ഫൈബർ ചാനൽ ഓവർ IP സാനിൽ വരുന്നതാണ് ഈ ISCSIയും FCIPയും. ഓക്കെ, അപ്പൊ ഈ ഒരു തേർഡ് മൊഡ്യൂളിൽ തന്നെ നമ്മൾ DAS പഠിക്കുന്നുണ്ട്, SAN പഠിക്കുന്നുണ്ട്. SANന്റെ അണ്ടറിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. SAN എവല്യൂഷൻ, കമ്പോണൻസ്, ഫ്രെയിം, ആർക്കിടെക്ചറിൽ വരുന്ന ഫ്രെയിം, പ്രോട്ടോകോൾ സ്റ്റാക്ക് ഒക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ISCSAയിലും കണ്ടു ചെറുതായിട്ട് ISCSIന്റെ ടോപ്പോളജീസ്, ISCSIന്റെ കമ്പോണൻസ്, പിന്നെ അതിന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക്. ഇനി FCIP. അപ്പം ഇത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി ഈ FCIP കഴിഞ്ഞാൽ നമുക്ക് FCOE ഉണ്ട്, ഫൈബർ ചാനൽ ഓവർ ഈതർനെറ്റ്. അവിടെയും ഇതുപോലെ ചെറുതായിട്ട് ടോപ്പോളജി ഒക്കെ നമ്മൾ കാണും. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്, കമ്പോണൻസും ടോപ്പോളജിയും ഒക്കെ എല്ലാത്തിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പം FCIP ഫൈബർ ചാനൽ ഓവർ IP. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് FCIP പ്രോട്ടോകോൾ സ്റ്റാക്ക് ആണ്. ഓക്കെ, FCIP പ്രോട്ടോകോൾ സ്റ്റാക്ക് ക്ലിയർ ആണോ? വലുതാക്കണോ? റെസ്പോണ്ട് ചെയ്തേ. വലുതാക്കണോ? ഹലോ, വലുതാക്കണോ? കാണുന്നുണ്ടോ അത്? മതിയാവും വിചാരിക്കണം. ഓക്കെ, അപ്പം FCIP പ്രോട്ടോകോൾ സ്റ്റാക്ക് താഴേന്ന് പോവുകയാണെങ്കിൽ ഫിസിക്കൽ മീഡിയ, IP, TCP, FCIP, FCP, SCSI കമാൻഡ്സ്, ഡാറ്റ ആൻഡ് സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ. ടോപ്പ് മോസ്റ്റ് ലെയർ ആയിട്ട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അപ്പർ ലെയർ പ്രോട്ടോകോൾ SCSIയിലാണ് നമ്മൾ SCSI ഡ്രൈവിംഗ് പ്രോഗ്രാം ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, that executes the read and write commands. Okay, FCSI ലെയറിന്റെ താഴെ ഫൈബർ ചാനൽ പ്രോട്ടോകോൾ FCP ലെയർ. FCP ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബർ ചാനൽ പ്രോട്ടോകോൾ ലെയർ. ഓക്കെ, അത് ശരിക്കും നമ്മൾ പറയുന്ന ഈ ഫൈബർ ചാനൽ FC ഫ്രെയിം നമ്മുടെ SCSI പേലോഡിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് അവിടെ കാണിച്ചിട്ടുണ്ട്. FC ഫ്രെയിം, സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം, ഫ്രെയിം ഹെഡർ, ഡാറ്റ, CRC, EOF. നമ്മൾ FC ഫ്രെയിം കണ്ടിട്ടുള്ളതാണ് ഇതിനു മുന്നേ അല്ലേ? ചാനൽ ആർക്കിടെക്ചറിൽ FC ആർക്കിടെക്ചറിൽ FC ഫ്രെയിം കണ്ടിട്ടുള്ളതാണ്. സെയിം തന്നെ. ഈ ഹെഡർ ആണ് പിന്നീട് ഡിഫറെന്റ് ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടിട്ടുള്ളത്, പല പാർട്സും വെച്ചിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ FC ഫ്രെയിം പിന്നെ എന്താ ചെയ്യുന്നത്? ഈ IP പാക്കറ്റിന്റെ പേലോഡ് ആയിട്ട് വരികയാണ് അല്ലേ? FCP ലെയർ കഴിഞ്ഞ ഉടനെ ഫൈബർ ചാനൽ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ഓക്കെ, FCP കഴിഞ്ഞാൽ ഈ FCIP എന്ന് പറയുന്നത് ഫൈബർ ചാനൽ ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, അത് ശരിക്കും നമ്മുടെ ഈ FC ഫ്രെയിം നമ്മുടെ സാൻ ഫാബ്രിക്കിലേക്ക് റൺ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ,
FC frame can be encapsulated into the IP packet and sent to a remote SAN over the IP. Okay. അപ്പോൾ ഈ FCIP ലെയർ ആണ് ഇത് ചെയ്യുന്നത്. FC ഫ്രെയിമിനെ എടുത്തിട്ട് IP-ന്റെ പേലോഡ് ആക്കി വെച്ചിട്ട് അത് then it passes them to the TCP layer. Okay, TCP and IP are used for transporting the encapsulated information across Ethernet, wireless or other media that supports the TCP/IP traffic. Okay. ഇത് കുഴപ്പമുണ്ടോ? മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഇത് മനസ്സിലായോ? FCIP protocol stack. റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ആരും ഇല്ലേ? കാര്യം ചെയ്യാം, അറ്റൻഡൻസ് എടുക്കാം. അറ്റൻഡൻസ് എടുത്തിട്ട് ബാക്കി പഠിപ്പിക്കാം കേട്ടോ. അഭിലാഷ്, അഭിലാഷ്, അഭിനവ്, അഭിനവ്. ഓക്കെ. അൻസബ്, 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 അൻസബ് ആബ്സെന്റ്. അനുശ്രീ, അനുശ്രീ, അനുശ്രീ ആബ്സെന്റ്. അർജുൻ, അർജുൻ. ഓക്കെ. അശ്വിൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ഫബിന, ഫബിന. ഓക്കെ. ഫജ, ജാസിം, മിഥിലാജ്, ഋതുല, ജാസിൽ, രമേശ്, 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 രമേശ് ആബ്സെന്റ്. ശരത്, സർഗ, സർഗ, സർഗ ആബ്സെന്റ്. ഷപ്ന, സൗരഭ്, ശ്രീരാജ്, സുബിൻ, വിഷ്ണു, അമൃത, അശ്വതി, വിദിന, ഹരിത, 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 ഹരിത ആബ്സെന്റ്. അമൽ. ഓക്കെ. അൻസബ്, അനുശ്രീ, റമീസ്, സർഗ, ഹരിത. ഇവരാരെങ്കിലും ഉണ്ടോ? റമീസ്. ഓക്കെ. ബാക്കി 4 പേരും ഇല്ലല്ലോ. അൻസബ് ഉണ്ട്. ഓക്കെ. അനുശ്രീ, സർഗ, ഹരിത ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായോ? FCIP പ്രോട്ടോകോൾ മനസ്സിലായില്ല? ഒന്നും കൂടി പറയണം. FCIP-ന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ SAN നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ഓർഗനൈസേഷനിൽ ലോക്കലി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ഡിഫറെന്റ് സാൻസ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു വലിയൊരു ഫാബ്രിക് നെറ്റ്വർക്ക്, അതാണ് FCIP-ന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ. To interconnect geographically dispersed SANs through reliable high-speed links. Okay, കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. പിള്ളേരെ, നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ ആണോ? ഓക്കെ. അപ്പം നമ്മൾ ഇപ്പൊ ISCSI പഠിച്ച പോലെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച പോലെ തന്നെ ഇതിനും എന്തുണ്ട്? ഓരോ പ്രോട്ടോകോൾ സ്റ്റാക്ക്,
ഫ്രെയിം അല്ലെങ്കിൽ ടോപ്പോളജീസ് ഒക്കെ ഇതിനുമുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് ഇപ്പൊ കണ്ടിട്ടുള്ളത് FCIPന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന കാര്യം ഈ ലെയേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടു. ആപ്ലിക്കേഷൻ, SCSI കമാൻഡ്സ്, ഡാറ്റ ആൻഡ് സ്റ്റാറ്റസ്, FCIP, TCP, IP, ഫിസിക്കൽ മീഡിയ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിന്റെ പ്രോട്ടോകോൾ സ്റ്റാക്കിൽ. ഓക്കെ, അപ്പം നമ്മുടെ അപ്പർ ലെയർ പ്രോട്ടോകോൾ ആയിട്ട് HCSI ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, റീഡ് റൈറ്റ് കമാൻഡ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന SCSI ഡ്രൈവർ പ്രോഗ്രാം ആയിരിക്കും അവിടെ ഉണ്ടാവുക SCSI പ്രോട്ടോകോളിൽ. ഓക്കെ, ദെൻ ഈ SCSI ലെയറിന്റെ താഴെ നമുക്ക് FCP, ഫൈബർ ചാനൽ പ്രോട്ടോകോൾ ലെയർ. ഓക്കെ, ഫൈബർ ചാനൽ ഫ്രെയിം, ഫൈബർ ചാനൽ ഫ്രെയിം, ഇവിടെ നമുക്ക് FC ഫ്രെയിം ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാണിക്കുന്നുണ്ട്, FC ഫ്രെയിം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ FC ഫ്രെയിമിനെ ഈ FCIP എന്ത് ചെയ്യും? ഈ FCIP എന്ത് ചെയ്യും? ഈ FC ഫ്രെയിമിനെ സാനിന്റെ പേലോഡ് ആക്കിയിട്ട് ഈ FC പേലോഡിലേക്ക് ആക്കും അല്ലെ? ഓക്കെ, ദെൻ അതെന്ത് ചെയ്യും? നേരെ TCP IP ഈ ലെയേഴ്സിലേക്ക് പാസ് ചെയ്യും. ഈ FC ഫ്രെയിം ആയിട്ടായിരിക്കും ഈ മുകളിലത്തെ മൂന്നാമത്തെ ലെയർ വരെ ഈ ഒരു FC ഫ്രെയിം ആയിട്ടായിരിക്കും ഇരിക്കുക. FCIP വരുന്ന സമയത്ത് എന്താവും? ഈ FCIP ഈ ഒരു ഫ്രെയിമിനെ IP പാക്കറ്റിലോ പേലോഡായിട്ട് അങ്ങ് FCIP എൻകാപ്സുലേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം FCIP എൻകാപ്സുലേഷൻ എന്താന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം ആണ് പറയേണ്ടത്. ഈ ലെയേഴ്സും ഈ ഡയഗ്രാമും ഈ ഒരു ലെയറിൽ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയാണ് വേണ്ടത്. ഓക്കെ, അപ്പം TCP IP ലെയർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഇൻഫോർമേഷൻ, ഈ ഒരു എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു IP പാക്കറ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ FCIP പ്രോട്ടോകോൾ, FCIP ഫ്രെയിം സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോട്ടോകോൾ സ്റ്റാക്ക്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് FCIP ടോപ്പോളജിനെയാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരുപാട് ടോപ്പോളജീസ് ഒന്നുമില്ല, ബാക്കിയുള്ളവർക്ക് കണ്ട പോലെ 1, 2, 3 ഒന്നുമില്ല, ജസ്റ്റ് ഒരെണ്ണേ ഉള്ളൂ. Okay, in an FCIP environment, an FCIP gateway is connected to each fabric via a standard FC connection. Okay, the FCIP gateway at one end of the IP network encapsulates the frames into IP packets. The gateway at the other end removes the IP wrapper and sends the FC data to the layer 2 fabric. The fabric treats this gateway as layer 2 fabric switches. An IP address is assigned to the port on the gateway, which is connected to an IP network. After IP connectivity is established, the nodes in the two independent fabrics can communicate each other. Okay, അപ്പോൾ ഇവിടെ രണ്ട് ഡിഫറെന്റ് SAN ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഒരു ഇൻഡിപെൻഡന്റ് SAN, ഇത് വേറെ കണക്ഷൻസ് ഒന്നുമില്ല. ആ കണക്ഷൻസ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IP, അതുപോലെ തന്നെ ഈ രണ്ട് SANലെയും നമ്മൾ എന്ത് വെച്ചു? ഒരു FCIP ഗേറ്റ്വേ കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ലിങ്കിലാണ് ഇവർ രണ്ടുപേരും തമ്മിൽ മീൻസ് ഇവർ രണ്ടുപേരും ഈ രണ്ട് ഇൻഡിപെൻഡന്റ് SANസും രണ്ടുപേരും മെർജ് ചെയ്തിട്ട് നമ്മളൊരു ഫാബ്രിക് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഹലോ, ജസ്റ്റ് ഇതേ നമുക്ക് കാണിക്കേണ്ടു. ഇതൊരു SAN ആണെന്നുള്ളത് നമുക്കറിയാം. സെർവർ, FC SAN, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റോറേജ് അറേ. ഇവിടെയും സെർവേഴ്സ്, FC SAN, സ്റ്റോറേജ് അറേ, ഇത് രണ്ട് ഇൻഡിപെൻഡന്റ് SAN ആണ്. സോ ഈ രണ്ട് SANും തമ്മിൽ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? FCIP ടോപ്പോളജി. FCIP ഗേറ്റ്വേ രണ്ട് SANലും കൊടുത്തു. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ IP നെറ്റ്വർക്ക്. ഓക്കെ ആണോ? കമന്റ് ചെയ്തേ. ഹലോ, ഓക്കെ, അപ്പൊ FCIP പ്രോട്ടോകോൾ സ്റ്റാക്കും FCIP ടോപ്പോളജിയും. ഇനി ആകെ
ഓക്കെ, ഇനി ആകെ ജസ്റ്റ് FCIP പെർഫോമൻസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊന്ന് ആണുള്ളത്. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പൊ FCIP മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. FCIP എന്താണ്, എന്താണ് അതിന്റെ മെയിൻ ഗോൾ എന്നുള്ളത് അറിയാം. പിന്നെ അതിനുശേഷം അതിന്റെ പ്രോട്ടോകോൾ, FCIP ഫ്രെയിം പ്രോട്ടോകോൾ. FC ഫ്രെയിമുമായിട്ട് FCIPയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്, രണ്ടും രണ്ടാണ്. ഓക്കെ, FCIP ഫ്രെയിമിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ FC ഫ്രെയിമിനെ IP പാക്കറ്റിലേക്ക് പേലോഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, അത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ദെൻ FCIP ടോപ്പോളജി. ഓക്കെ ആണല്ലോ അല്ലേ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. അശ്വതി ദിദിന. ഓക്കെ, അപ്പം IP സാനിലാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ISCSIയും FCIPയും. ഓക്കെ, ഈ നെക്സ്റ്റ് FCOE, ഫൈബർ ചാനൽ ഓവർ ഈതർനെറ്റ്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ എഴുതിയല്ല, ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീരീസിന്റെ ചോദിച്ചത് നമ്മുടെ എന്തായിരുന്നു, എവല്യൂഷൻ ഓഫ് സ്റ്റോറേജ് ആർക്കിടെക്ചർ അല്ലെ? അപ്പൊ അതില് മിക്കവരും എഴുതി കണ്ടിട്ടുള്ളത് ജസ്റ്റ് എവല്യൂഷനെ കുറിച്ചിട്ട് ചെറിയൊരു പാര, പിന്നെ നമ്മുടെ ഈ ഹൈലൈറ്റ്സിനെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെ? മിക്കവരും അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ശരിക്കും എവല്യൂഷൻ ഓഫ് സ്റ്റോറേജ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഈ ഹൈലൈറ്റ്സിനെ കുറിച്ചിട്ടായിരുന്നു എഴുതേണ്ടിയിരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ജസ്റ്റ് പറഞ്ഞു തരികയാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, അപ്പം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവല്യൂഷൻ ഓഫ് സ്റ്റോറേജ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് 1 സെന്റൻസിൽ എഴുതാം. അത് ജസ്റ്റ് നോൺ ഇന്റലിജന്റ് സ്റ്റോറേജ് എന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു, ഇന്റലിജന്റ് സ്റ്റോറേജിലേക്ക് പോകുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്ക് എഴുതാം. അതിനുശേഷം മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഹൈലൈറ്റ്സ് ആണ്, 5 ഹൈലൈറ്റ്സ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോൾ പലരുടെയും പേപ്പറിൽ ഈ ഹൈലൈറ്റ്സ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, മെയിൻ എക്സാമിനൊക്കെ സ്റ്റോറേജ് എവല്യൂഷൻ ഓഫ് സ്റ്റോറേജ് ആർക്കിടെക്ചർ ചോദിക്കുകയാണെങ്കിൽ ഈ 5 ഹൈലൈറ്റ്സിന് വേണം ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതാൻ. ഓക്കെ, മനസ്സിലായല്ലോ?